ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരായിട്ട് ആരും തന്നെയില്ല. നമ്മുടെ ജീവിതത്തിലായാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തെറ്റുകൾ സംഭവിക്കാറുള്ളവരാണ് നാം എല്ലാവരും. ദൈനംദിന ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വരുമ്പോൾ അതിനെ വലുതായി കണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞ് ആ വ്യക്തിയെ അപമാനിക്കാനും പരിഹസിക്കാനും ചവിട്ടിത്താത്താനും നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ ദൈവാത്മാവ് നമ്മളോട് പറയാം, ഒരാളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ, ഒരു പരാജയം വരുമ്പോൾ അദ്ദേഹത്തെ ചവിട്ടിത്താത്തുകയല്ല, മറിച്ച് അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കുക. നാം ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറവ് അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹം അത് വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കാരണമായി മാറും. അങ്ങനെ മടങ്ങി വരുമ്പോൾ ദൈവം സന്തോഷിക്കും, അദ്ദേഹത്തെ അനുഗ്രഹിക്കും, അദ്ദേഹത്തിലൂടെ നമ്മെയും അനുഗ്രഹിക്കും. നോഹയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. തൻ്റെ മൂത്ത മകൻ അത് കണ്ടതാ. അവൻ അവിടെ വേണമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാമായിരുന്നു. അവനത് ചെയ്യാതെ മറ്റ് 2 സഹോദരന്മാരെയും കൂടെ വിളിച്ചു കൊണ്ടുവന്ന് അവർക്കും അത് കാണിക്കാൻ അവൻ ശ്രമിച്ചു, പരിഹസിക്കാൻ, അപമാനിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ നോഹ സുബോധം വന്നപ്പോൾ, സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഇളയ 2 സഹോദരന്മാരെ അനുഗ്രഹിച്ചു. മൂത്തവൻ ഇളയവർക്ക് ദാസനായി നിൽക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ പ്രിയരെ, നമ്മുടെ അനുഗ്രഹം നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇല്ലാതാവാതിരിക്കട്ടെ. നമ്മുടെ അനുഗ്രഹം നമ്മുടെ കരങ്ങളിലാണ്. മറ്റുള്ളവരെ ചവിട്ടിത്താത്തിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ലെന്നേ കുറച്ചു നേരം സന്തോഷിക്കാൻ പറ്റും. പക്ഷേ വീണവനെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ അതിലൂടെ അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ നന്മ പ്രാപിക്കും, നാമും അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.